പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം, അതിൻ്റെ ധ്യാനം, അതിൻ്റെ എല്ലാ മേഖലകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടത് സാത്താൻ നമ്മളെ ദൈവവചനം കേൾക്കുന്നതിൽ നിന്നും ദൈവവചനം പ്രസംഗിക്കുന്നതിനൊക്കെ തടസ്സം നിൽക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികളുടെയും നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെയൊക്കെ ഒരു ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യനെയും കയറ്റിവിടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി സാത്താനുള്ളതുപോലെ തോന്നും അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ. എന്നാൽ നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എന്നാലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ക്രിസ്തുവിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു പൂർണ്ണ ബോധം നമ്മൾക്കുണ്ടാകണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ അവിടുത്തെ തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. കേൾക്കുന്ന വചനങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് കർത്താവെ ഇത് സ്വീകരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. അവരുടെ ജീവിതത്തിലെല്ലാ പൈശാചിക ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടി ക്രിസ്തു യേശുവിലൂടെ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. ഒരു ജീവിത ശൈലി രൂപപ്പെടുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന തിരുവചനങ്ങളും അതിൻ്റെ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, കൃപയാൽ നയിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ പരസ്യജീവിതകാലത്ത് യേശു അരുളി ചെയ്ത തിരുവചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അധികാരി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി നടക്കുന്നു, ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്ന സാത്താൻ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഒരുങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് അവൻ്റെ ആലോചനകളും അവൻ്റെ ചിന്തകളും പുറന്തള്ളപ്പെടും. ഒപ്പം തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ പ്രഭു വിധിക്കപ്പെട്ടു എന്നും യേശു പറഞ്ഞു. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി യേശു ചെയ്ത ഒരു പ്രവൃത്തിയും കൂടി നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതല്ലയോ? കൂനിയായ ഒരു സ്ത്രീയെ യേശു സൗഖ്യപ്പെടുത്തിയപ്പോൾ ഇന്ന് ശാബതാണ്, ശാബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് യേശുവിനോട് പരീശന്മാർ വാദിച്ചപ്പോൾ, തർക്കിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെയും മകൾ. അപ്പോൾ പ്രിയമുള്ളവരെ, ആ സഹോദരി കൂനിയായി പോയത് ശരീരത്തിൻ്റെ ബലഹീനതയെല്ലാം മറിച്ച് സാത്താൻ അവളിൽ പ്രവേശിച്ച് സാത്താൻ അവളെ കൂനിയാക്കിയതാണെന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളത് അവളിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ളതാണ്. അത് സാബത്തിലാണ് നല്ലതെന്ന് യേശു പറയുകയാണ്. സാബത്ത് എന്ന് പറയുന്നത് ദൈവത്തിന് ഹിതമുള്ള പ്രവൃത്തികളെ
ചെയ്യേണ്ടതാണ് എന്ന ഒരു സൂചനയും കൂടി അവിടെ യേശു കൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ശാബത്തിൻ്റെ വിശുദ്ധമായ ഒരു ആചരണത്തേക്കാൾ സാത്താൻ്റെ പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശാബത്ത് ദൈവം തന്നെ ശാബത്തിനെ നിയമിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഉള്ള ദിവസമായിട്ടാണല്ലോ അതിനെ ദൈവം ഉപയോഗിച്ചതും അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കാൻ പറഞ്ഞതും. ശാബത്തിനെ ശുദ്ധമായി ആചരിക്കണമെന്ന് കൽപ്പനയിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ നല്ല പ്രവർത്തികളെ കണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനുള്ള ദിവസമായിട്ട് അതിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇവിടെ പരീശന്മാർക്ക് ശാബത്തിനെയൊക്കെ ആചരിക്കാൻ അവർക്കറിയാം, അത് അവർ തുടർന്ന് പോരുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നോ സാത്താൻ്റെ പ്രവൃത്തി എന്താണെന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു സാത്താൻ്റെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി കണ്ടുകൊണ്ട് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ സ്ത്രീ 18 വർഷം കൂനി അടക്കുമ്പോൾ അവരുടെ വിചാരം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം അവളുടെ പാപത്തിൻ്റെ ഫലമായിട്ട് അവൾ അനുഭവിക്കുന്ന ശാപമാണെന്നാണ് ഇവർ ധരിച്ചു വച്ചിരുന്നതും. ഇവരങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ചെറുതല്ലെങ്കിലും ആളുകൾ അങ്ങനെ ഇപ്പോഴും കാണുന്നവരുമുണ്ട്. ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അവനവൻ്റെ പാപത്തിൻ്റെ ഫലമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ യേശു പറയുകയാണ്, ഇവളെ അഴിച്ചുവിടുക, ഈ പാപബന്ധനത്തിൽ നിന്ന് ഇവളെ മോചിപ്പിക്കുക, അവളുടെ കൂനം നിവർത്തി അവളെ നന്നായി നേരെ നടക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ശാബത്തിലായാലും അല്ലാത്ത ദിവസത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിശ്രമിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് നേരം പ്രാർത്ഥനയ്ക്കായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കോ ഒക്കെ ആയിട്ട് സമയം നീക്കി വെക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നാം എന്തിനാണ് ആ സമയം നീക്കി വെക്കുന്നത്? ഇന്ന് പലരും അങ്ങനെ സമയം നീക്കി വെക്കുന്നത് അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പ്രിയമുള്ളവർ, നമ്മൾ അങ്ങനെ ഒരു സമയം നീക്കി വെച്ചുകൊണ്ട് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് ഒന്ന് സമയം നീക്കി വെച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് തരും. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഒരിക്കലും കർത്താവിനോട് ചോദിച്ചതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സാത്താനുമായിട്ടുള്ള ബന്ധത്തിലൊരു വചനം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:5 ഇപ്രകാരം പറയുന്നത്: അധമ വികാരമുള്ള മനുഷ്യരെ എന്തു ചെയ്യണമെന്നാണ് പൗലോസിലെ പറയുന്നത് അറിയാമോ? സാത്താന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അധമ വികാരങ്ങൾ. 1 കൊരിന്ത്യർ 5-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ അധർമ്മ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പിശാച് അവനെ ഒത്തിരി കഷ്ടപ്പെടുത്തുമല്ലോ അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ അവനിങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഒത്തിരി വേദനിച്ച് കഴിയുമ്പോഴായിരിക്കാം ഇവൻ ഒരുപക്ഷെ നിലവിളിക്കുന്നത്. ഒരുപക്ഷെ ഇവൻ ദൈവത്തോട് കരയുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൊക്കെ പറയുന്ന പോലെ ഒരുപാട് സുഖങ്ങൾ ഒക്കെ അനുഭവിച്ച് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണല്ലോ അവൻ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ അധമവികാരങ്ങളായിട്ട് നടക്കുന്ന ഇവനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയുന്ന കൂട്ടായ്മ വിട്ട് സാത്താൻ്റെ കർത്തൃത്വം നടത്തുന്ന ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് വീഴുന്ന അവരുടെ ഇടയിലേക്ക് വിടാനാണ് പൗലോസിലെ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവൻ പിന്നീട് പശ്ചാത്തപിക്കുകയും ആത്മാവ് യേശുവിൻ്റെ ദിനത്തിൽ രക്ഷപ്രാപിക്കുകയും ചെയ്യും. ഇവിടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇവനെ എണ്ണിക്കൊണ്ടിരുന്നാൽ
ഇവനൊരിക്കലും മാനസാന്തരം വരികയില്ല എന്ന ഒരു ധ്യാനം അതിനകത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാവരും ധരിക്കുന്നത് എല്ലാവരും വിശ്വാസികളാണ്. നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, ചിന്ത കൊണ്ടും മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടും ചെയ്യുന്ന പാപങ്ങളൊന്നും നമ്മൾ പാപമായിട്ട് കാണുന്നില്ല. നമ്മൾ ദേവാലയത്തിൽ പോകുന്നു, ആരാധനയിൽ പങ്കുചേരുന്നു, യാഗങ്ങൾ കഴിക്കുന്നു, നേർച്ച കാഴ്ചകൾ നടത്തുന്നു. ഇതൊക്കെ നമ്മുടെ ദൈവ സാന്നിധ്യവും ദൈവരാജ്യ പ്രവേശനവുമാണ് എന്ന് നമ്മൾ ധരിക്കുകയും ഒപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ മറ്റ് പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മദ്യപാനം, വ്യഭിചാരം, വെറുക്കൂത്ത്, ദുർനടപ്പ് ഇങ്ങനെയുള്ള തിന്മപ്പെട്ട പ്രവർത്തികളിലൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കൊരിന്തോസുകാരുടെ ഇടയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു, വലിയ അധർമ്മം ചെയ്തിരുന്നവർ. അപ്പൻ്റെ ഭാര്യയൊക്കെ കട്ടിൽ പങ്കിടുക, അല്ലെങ്കിൽ അപ്പൻ്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാൾക്ക് വിവാഹം ഒന്നിൽ കൂടുതൽ കഴിക്കാമെന്നുള്ളത് കൊണ്ട് അപ്പൻ വിവാഹം കഴിച്ച ഭാര്യയെ മകൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ള തിന്മപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്, അധമ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അസന്മാർഗികത അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിലാണ് പറയുന്നതെന്നാണ് പൗലോസിലെ പറയുന്നത്. യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് വിധത്തിലും ഒരു മനുഷ്യൻ്റെ മാനസാന്തരം രൂപപ്പെടുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണം നടക്കുക എന്നുള്ളത് പൗലോസ്ലീഹ ഇവിടെ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിശാചിനും ദൈവത്തെയും ഒരുപോലെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നുകിൽ സാത്താനുള്ളവൻ സാത്താന്, ദൈവത്തിനുള്ളവൻ ദൈവത്തിനും. അതുകൊണ്ട് അവനെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ മാറ്റം വരുമെന്നുള്ള ഒരു ചിന്തയിലാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുപോലെ തന്നെയാണ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലും പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഹ്യൂമനയോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽപ്പെടുന്നു. അവർ ദൈവദൂഷണത്തിൽ നിന്ന് പിന്മാറേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തു. അവരും ഇത്തരം കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ്. അലംഭാവത്തോടെ നടക്കുക, പാപം ചെയ്യുക, എന്നിട്ട് ആവശ്യങ്ങളിലും അനാവശ്യങ്ങളിലും ആവശ്യ നേരത്തും അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എപ്പോഴും എന്താ പറയുന്നത്, തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുക. തൻ്റെ തെറ്റുകളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിട്ട് ചർച്ചയ്ക്ക് വെച്ച് ചർച്ചകളും ബഹളങ്ങളൊക്കെ ആക്കി സഭയും സമൂഹത്തെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. അവരെ അങ്ങനെയുള്ളവരെയും സാത്താന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. സാത്താന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സഭയിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക. ലോകത്തിൻ്റെ അധിപതി സാത്താനാണ്. അപ്പോൾ അവനെ ഇങ്ങനെ ചുറ്റിച്ച് ബുദ്ധിമുട്ടിലാക്കി കഴിയുമ്പോൾ അവൻ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുടക്കുക എന്ന് പറയുന്നത്. അല്ലാതെ മുടക്കാൻ ആർക്കും അധികാരമില്ലല്ലോ. 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് കുരുടാക്കി കളയുന്നത്, ഇരുട്ടാക്കി കളയുന്നത് സാത്താനാണെന്ന് പറയുന്നുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരും. അവൻ പ്രകാശമുള്ളവന് വെളിച്ചമുള്ളവനായിത്തരും. നമുക്കറിയാം, ഇങ്ങനെ വചനം കേട്ട് മാനസാന്തരാനുഭവത്തിലൊക്കെ വന്ന ആളുകളെയൊക്കെ, ധ്യാനം കൂടി വന്ന ആളുകളെയൊക്കെ ഒത്തിരി ശോഭയുള്ളവരെ, ഒത്തിരി പ്രകാശമുള്ളവരായി കാണുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പോൾ ധ്യാനമൊക്കെ കൂടി നന്നായി പെരുമാറുന്നു. എന്നെക്കുറിച്ചൊക്കെ ആളുകൾ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഉള്ളൊരഭിപ്രായം അല്ല ഇപ്പോൾ ഇങ്ങനെ ദൈവവചനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്
ദൈവിക കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു നല്ല ആളാണ്, പഴയ സ്വഭാവമൊക്കെ മാറി എന്ന് പറയുന്ന നല്ലൊരു അനുഭവമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർ, സാത്താന് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് യേശു പറയുമ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ ധാരാളമായിട്ട് നിറയുന്നതിന് വേണ്ടി, ദൈവ ചൈതന്യം നമ്മളിൽ ധാരാളമായിട്ട് വർഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണി. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണി. കാരുണ്യവാനായ കർത്താവേ, സാത്താൻ്റെ പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ യേശുവേ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഞങ്ങളിൽ സാത്താൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രലോഭനങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങളിൽ നിന്നും ലോകത്തു നിന്നും നിശേഷം മാറ്റപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ, നല്ല വചനങ്ങളാൽ നല്ല ചിന്തകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആപത്ത്, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്കുള്ള കടബാധ്യതകൾ, ഞങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കൂടുതൽ ജ്ഞാനത്തോടും വിവേകത്തോടും ദൈവസ്നേഹത്തോടും ദൈവഭക്തിയോടും കൂടെ സുവിശേഷത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി.